തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ വീണ്ടും ദൈവവചനത്തിലേക്ക് തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് രാവിലെ നാം വചനം ധ്യാനിക്കുന്നത്. ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 31. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്ന ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. ദൈവസഭയുടെ സമാധാനം. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിൽ, വ്യക്തികളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദ ഡിവൈൻ പീസ്, ദിവ്യ സമാധാനത്തിൻ്റെ പ്രതിഫലനങ്ങൾ. ഒരു സഭയിൽ സമാധാനമുണ്ടായാൽ, ഇനി ഞാൻ അല്പം കൂടെ കടന്നു പറയുന്നു, ഒരു റീജിയനിൽ, ഒരു സംഘടനയിൽ, അല്ലെങ്കിൽ ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ ഹല്ലേലൂയ നാം സമാധാനം ആചരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങളായി 4 കാര്യങ്ങൾ സംഭവിക്കും. അടുത്ത വാക്യം വായിച്ചു. സഭ ആത്മീക വർധന പ്രാപിച്ചു. 1, ദൈവസഭ സമാധാനം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ സഭയിൽ ആത്മീയ വർധനവുണ്ടായി. 2, കർത്താവിനോടുള്ള ഭക്തിയിലും ദൈവഭയം, കർത്താവിനോടുള്ള ഭക്തിയിൽ വിശ്വാസ സമൂഹം നടക്കുവാൻ തുടങ്ങി. 3, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും സഭയുടെ ആലോചനക്കാരൻ, സഭയുടെ നടത്തിപ്പുകാരൻ പരിശുദ്ധാത്മാവായി മാറി. 4, നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ദൈവസഭയിൽ എണ്ണത്തിൽ പെരുകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു? ആത്മാവിൻ്റെ പ്രബോധനത്തിൽ സഭ നടക്കുവാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ നമ്മുടെ ചിന്തയ്ക്കപ്പുറത്ത് അവിടെ ആത്മീയ വർധനവും എണ്ണത്തിലുള്ള പെരുക്കവും ഉണ്ടാകും. സ്തോത്രം. കാലപ്പഴക്കം കൊണ്ട് ഇന്ന് രാവിലെ നാം മനസ്സിലാക്കിയിരിക്കുന്നതിൽ നിന്ന് അല്പം കൂടെ മുന്നോട്ട് പോയി ചിന്തിക്കട്ടെ. അമേരിക്കയിലും ദൈവസഭകൾക്ക് ഹല്ലേലൂയ സമൂലമായൊരു വളർച്ചയുടെ സാധ്യതകൾ തെളിഞ്ഞു നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ആത്മാക്കൾ നാട്ടിൽ നിന്ന് കുടിയേറി പാർത്ത പ്രവാസികളായ ദൈവമക്കളുടെ കൂടിവരവുകളിൽ പുതിയ ആത്മാക്കൾ കടന്നു വരുന്നില്ല എന്നൊരു തെറ്റായ ധാരണയുണ്ട്. പക്ഷെ ഇന്ന് പകൽ വിശ്വസിക്കൂ, ദൈവസഭയ്ക്കകത്ത് സമാധാനം വ്യാപരിച്ചാൽ, ദൈവസഭ ആത്മാവിൻ്റെ പ്രബോധനത്തിന് ചെവി കൊടുത്താൽ, ദൈവഭയം നാം നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിച്ചാൽ സഭ എണ്ണത്തിൽ പെരുകും. സഭ എണ്ണത്തിൽ പെരുമെന്ന് പറഞ്ഞപ്പം നിങ്ങൾ ഉദ്ദേശിച്ച് കാണും അടുത്തൊരു സഭയും കൂടെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചു വന്നത്. സ്തോത്രം. സഭയ്ക്കകത്തൊരു ആത്മീയ വർധനവിൻ്റെ കാലഘട്ടമാകട്ടെ എന്ന് നമുക്ക് സ്വപ്നം കാണാം. ഹല്ലേലൂയ. നമുക്ക് സമാധാനം വേണം ദൈവമക്കളെ. ദൈവമക്കൾക്ക് വ്യക്തിപരമാണെങ്കിലും കുടുംബത്തിന്, അസ്വസ്ഥമായ കുടുംബം, അസ്വസ്ഥമായ സഭകളാണ് ആത്മലോകത്തിൽ ഇന്ന് കാണുന്നത്. ആർക്കും ആരോടും സമാധാനം ആചരിക്കുവാൻ കഴിയുന്നില്ല, ആർക്കും ആരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. പരസ്പരം വിദ്വേഷവും കയ്പുള്ള വേരും മുളച്ചിട്ട് കലഹത്തിൻ്റെ ആത്മാവ് സഭാമണ്ഡലങ്ങളിൽ അത് മുകളോട്ട് പടർന്നു പിടിച്ച് നേതൃത്വങ്ങൾ വരെ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ വ്യക്തിപരമായി തീരുമാനമെടുക്കൂ. ഞാനൊരു സമാധാനകാംക്ഷിയായി, സമാധാന പ്രിയനായി തീരും. എൻ്റെ സമാധാനം എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനമായി മാറും. അത് ഞങ്ങളുടെ ദൈവസഭയുടെ സമാധാനം മാറും. അത് ഞങ്ങളുടെ സഭയ്ക്ക്, സംഘടനകൾക്കൊക്കെ ഒരു വലിയ ആശ്വാസത്തിന് കാരണമായി മാറും. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സമാധാനം കിട്ടുന്നത്? 1-2 കാര്യം പറഞ്ഞു പോകാം. വാക്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടു മാത്രം നോക്കിപ്പോകാം. അറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുന്നു. ആകയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് ദൈവകൃപയുടെ പുതുക്കത്തിൽ ഞാനും നിങ്ങളും വിശുദ്ധിക്ക് വേണ്ടി വേർപെട്ട് തേജസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി ലക്ഷ്യത്തോടെ നടക്കുമ്പോൾ നമ്മുടെ അകത്ത് ദൈവത്തോടുള്ള സമാധാനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കോപത്തിൻ്റെ മക്കളായിരുന്ന നമ്മെ, പുറംപാത്രങ്ങളായി നമ്മെ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരായിരുന്ന, ഈ ലോകത്തിൽ ദൈവമില്ലാതെ ഏതുമില്ലാതായിരുന്ന പുറം വക്കിൽ എറിയപ്പെട്ട നമ്മൾക്ക് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് സമാധാനം. എടുത്തു പറഞ്ഞാൽ യേശുക്രിസ്തു മുഖാന്തരം അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവൻ നമ്മുടെ സമാധാനം. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ സമാധാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് ദൈവമക്കൾ. അതിനെ ഓർപ്പിക്കാം. 2, പ്രാർത്ഥിക്കുന്നവർക്കേ ഉള്ളൂ എന്ത്? സമാധാനം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ കാണാൻ അറിയാമല്ലോ. അല്ലേ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടല്ലേ, പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോടെ അറിയിക്കട്ടെ. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും കൊണ്ട് നിറയപ്പെടുവാനിടയാത്തീരും. അപ്പോൾ ഓർക്കുക, പ്രാർത്ഥിക്കുന്നവർക്ക് എന്തോ ഉണ്ട്? സമാധാനമുണ്ട്. സ്തോത്രം. 119-ാം സങ്കീർത്തനം 165-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനമുണ്ട്. സമാധാനം ഇല്ലാത്തപ്പോൾ ഒന്ന് പുസ്തകം തുറന്ന് വായിച്ചാൽ മതി, ഒന്നുമല്ല ഒരു ഉറക്കമെങ്കിലും വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഏറ്റവും നല്ല മരുന്നല്ല. രാത്രിയിൽ ഉറക്കം വരാതിരിക്കുമ്പോൾ ഒന്ന് വായിച്ചാൽ മതി, ചുമ്മാ അത് തുറന്നൊന്ന് വായിച്ചാൽ മതി മക്കളെ. ഒന്നെങ്കിൽ സമാധാനം കൊണ്ട് നിറയും, അല്ലെങ്കിൽ തൻ്റെ പ്രിയൻ അവൻ ഉറക്കം കൊണ്ട് നിറയ്ക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാട്ടെ. ഇന്ന് രാത്രി ഉറക്കം കിട്ടാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സമയത്ത് ദൈവവചനത്തെ പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനമുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ 14 യേശു പറഞ്ഞു, ഈ 14 അധ്യായത്തിൽ യേശു ഓഫർ കൊടുക്കുന്ന അധ്യായമാണ്. ഓഫറാണ്, ഒത്തിരി ഓഫറാണ്. ആദ്യമേ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാം. അപ്പം തോമസ് ഒക്കെ ചാടിക്കൊരു അഡ്രസ്സ് ചോദിച്ചു. കാരണം നമുക്ക് വിശ്വാസം കുറവാണല്ലേ. ഈ താക്കോല് കൈ കിട്ടാതെ നമ്മളും ചെയ്തില്ല, സമ്മതിക്കത്തില്ല. അപ്പം പോകുന്ന വഴി പറഞ്ഞാൽ ഞങ്ങളോട് അങ്ങോട്ടങ്ങ് വരാമെന്ന് പറയും. യേശു പറഞ്ഞു, അങ്ങനെയൊന്നും വരാനൊന്നും പറ്റത്തില്ല, ഞാൻ നിങ്ങൾക്ക് വീട് ഒരുക്കാനാണ് പോകുന്നത്, പണി തീരുമ്പോൾ വന്ന് നിങ്ങളെ കൂടെ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ വഴി അറിയണം, വഴിയും വേണ്ട, ഞാൻ തന്നെ വന്നാൽ നിങ്ങൾ എങ്ങും എത്തത്തില്ല. ഈ 3.5 വർഷം കൊണ്ട് ഞാൻ കാണുകയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വന്ന് നിങ്ങളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വീട് കിട്ടിയില്ല, വിഷമമായിപ്പോയി. കാരണം തരാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, എന്നാ കിട്ടുന്നതെന്ന് അറിയത്തില്ല. 2 പറഞ്ഞു, ഹല്ലേലൂയ, ഇനി ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, പോയാൽ ആരെ അയക്കും? കാര്യസ്ഥനെ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. അപ്പം പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. ആകെ വിഷമമായി. തരാമെന്ന് പറഞ്ഞ സാധനം ഒന്നും കൈ കിട്ടുന്നുമില്ല. കിട്ടും നമ്മൾ ഇരിക്കാൻ തുടങ്ങുക. ഉടനെ യേശു പറഞ്ഞു, യോഹന്നാൻ 14:28 കുഞ്ഞുങ്ങളെ, സ്വർഗത്തിലോട്ട് ഇത് കൊണ്ടുപോകേണ്ട കാര്യമില്ല, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, അവിടെ ഇതേ ഉള്ളു. അതുകൊണ്ട് ഞാൻ എൻ്റെ സമാധാനം, ഭൂമിയിൽ ഞാൻ ആസ്വദിച്ച അനുഭവിച്ച സമാധാനം നിങ്ങൾക്ക് തന്നേച്ച്, അത് ലോകം തരുന്ന പോലല്ല, തന്നിട്ട് തിരികെ എടുക്കുന്ന സമാധാനമല്ല, ഇന്ന് ചിരിപ്പിച്ചിട്ട് നാളെ കരയിപ്പിക്കുന്നതല്ല, ഇന്ന് കൂടെ നിന്നിട്ട് പുറകെ നിന്ന് കുത്തുന്നതല്ല, ഇന്ന് കൈ തന്നിട്ട് കൈ ചുരുട്ടുന്നതല്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലല്ല. പിടിച്ചോളാൻ പറഞ്ഞു. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഡിവൈൻ പീസ്? ആ ദിവ്യ സമാധാനത്തിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ 30-ാം വാക്യം, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, ഞാനും അവനുമായിട്ടൊരു കാര്യമില്ല. എൻ്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ പ്രഭുവിന്, അന്ധകാരത്തിൻ്റെ അധിപതിക്ക്, പിശാചിന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ അകത്തില്ലാത്തതാ സമാധാനം. എത്ര പേർ എൻ്റെ കൂട്ടത്തിലുണ്ട്? പിശാചിന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ അകത്തില്ല. ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഒരു ചിന്തയ്ക്കും അവകാശം പറയുവാൻ പിശാചിന് ഇടയില്ല എന്ന ഉറപ്പാണ് നമ്മുടെ സമാധാനം. അതാ ദൈവസഭയുടെ സമാധാനം. ദൈവസഭയ്ക്കകത്ത് ഒരു അശുദ്ധ പ്രവൃത്തിയും ഒരു പിശാചിന്റെ പ്രവൃത്തിയും ഒരു ഗൂഢാലോചനയും ഒരു അന്ധകാരത്തിന്റെ വാക്കും കൃപ ചോർത്തിക്കളയുന്ന ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ ആ സഭയ്ക്കുണ്ടാകുന്നത് ആ സമാധാനം. അത്ര പേരുടെ കൂട്ടത്തിലുണ്ട്? മേക്ക് ഷുവർ ദാറ്റ്, ഹല്ലേലൂയ, പിശാചിന് അവകാശം പറയുന്ന, ഇത് പിശാചിന്റെ പ്രവൃത്തിയാ, ഇത് പിശാചിന്റെ പദ്ധതിയാ. അപ്പൊ ചോദിക്കും, പാസ്റ്ററെ, ഞങ്ങളെല്ലാം വിശുദ്ധ കൂട്ടമല്ല, ഞങ്ങളുടെ ഇടയിൽ ആരില്ല? പള്ളിക്കകത്ത് ആരുണ്ട്? പിശാചുണ്ട്, ഉറപ്പ്. എൻ്റെ കൂടെ നിൽപ്പുണ്ട്. എനിക്ക് നല്ല ഉറപ്പാ. കാരണം സകല ലോകവും, യേശു ഒരിക്കൽ ദേവാലയത്തിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു ഭൂതം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മർക്കോസ് 1-ാം അധ്യായത്തിലുണ്ടെന്നേ. പരീക്ഷന്മാർ പ്രസംഗിച്ചിട്ടുണ്ട്, ശാസ്ത്രിമാർ, ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സെറോക്സ് കോപ്പി എടുക്കുന്നവരാണ്, പുസ്തകം ഇങ്ങനെ പകർത്തി എഴുതുന്നവരാ. കാണാതെ യേശു എവിടെ ജനിച്ചെന്ന് ഒഴിച്ച് ബാക്കി എല്ലാവർക്ക് അറിയാവുന്നവരാ. അവർക്ക് കാണാതറിയാൻ ന്യായപ്രമാണം. പക്ഷെ അവരാരും പ്രസംഗിച്ചിട്ട് ആരിളകിയില്ല. യേശു ഉമ്മാത് പുസ്തകം തുറന്നൊന്ന് വായിച്ചേ ഉള്ളു. ആരിളകി? ഭൂതം ഇളകി ശാസിച്ച് പുറത്ത്. അപ്പോൾ പള്ളിക്കകത്ത് എന്തോ ഉണ്ട്, പേടിക്കുന്നു. അടുത്തിരിക്കുന്ന ആളുടെ കാര്യമല്ലേ പറഞ്ഞത്. നമ്മുടെ ദേഹത്ത് കയറാതെ നോക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, വാക്കിൽ പിടിക്കുവാൻ ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ച് കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കുവാൻ പിശാച് ചുറ്റി നടക്കുമ്പോൾ, സഭാ ഹോളിനകത്ത്, ആലയത്തിനകത്ത്, ആത്മീയ കൂട്ടത്തിനകത്ത് പിശാചിന് അവകാശം പറയുന്ന ഒന്നുമില്ലെന്ന് ഒരു വ്യക്തി സഭ തെളിയിച്ചാൽ ആ സഭയ്ക്കുള്ള സമാധാനം പോലെ വേറൊരു സമാധാനം എങ്ങുമില്ല. ആ റെസ്പോൺസിബിലിറ്റിയാ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോകുന്നു. പിശാചിന് അവകാശം പറയുന്ന ഒന്നും ഞാൻ അവിടെ ചെയ്യത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത പലതും കണ്ടേക്കാം, എനിക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് കേട്ടേക്കാം, എനിക്ക് വിരോധമുണ്ടാകുന്ന പ്രശ്നം വന്നേക്കാം. പക്ഷേ എൻ്റെ സമാധാനം ഞാൻ കെടുത്തുകയില്ല എന്ന് ദൈവമക്കൾ തീരുമാനിച്ചാൽ, ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ ലോകം കാണാൻ പോകുക. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഡിവൈൻ പീസ് ദാറ്റ് ഈസ് എൻട്രസ്റ്റഡ് അപ്പോൺ ദ ചർച്ച് ഓഫ് ഗോഡ്? ദൈവസഭയുടെ മേൽ ദൈവം തന്ന സമാധാനം എന്താണെന്ന് ലോകം അറിയട്ടെ. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ആത്മാവിൽ ആരാധിക്കാൻ പറ്റുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അവർ ദൈവമക്കളാ.
എല്ലാം തികഞ്ഞിട്ടല്ലല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. എല്ലാ ബുദ്ധിമുട്ടും മാറിയിട്ടല്ല. ശരീരത്തിന് കൈപൊക്കുവാൻ കഴിയാത്ത വേദന ഉണ്ടായിരിക്കാം, നടക്കുവാൻ കഴിയാത്ത പ്രയാസം ഉണ്ടായിരിക്കാം, കത്തി കൊണ്ട് മുറിവേറ്റതുപോലെ നിന്റെ ഹൃദയം മുറിഞ്ഞിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിവാഹം സമയത്ത് നടന്നു കാണത്തില്ല, ആഗ്രഹിച്ച സ്ഥാനത്തെത്തിയില്ല, കയറിക്കിടക്കുവാൻ ഉദ്ദേശിച്ച പോലെ ഒരു കൂര കിട്ടിയെന്ന് വരത്തില്ല, നാട്ടിലെ പ്രാരാബ്ദം ഉണ്ടായിരിക്കാം. അപ്പോൾ തന്നെ ആത്മീയ വിഷയത്തിലും ആഗ്രഹിച്ചതുപോലെ ഒന്നും എത്തിയിട്ടില്ല. എന്നിട്ടും മതിമറന്ന് ആരാധിക്കുന്ന ഇന്ന് രാവിലെ ദൈവദാസൻ ഓർപ്പിച്ച പോലെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ കാരണമുണ്ട്. വേദനയിലും ദുഃഖത്തിലും സുഖത്തിലും തിന്മയിലും നന്മയിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിന്റെ എല്ലാ തുറയിലും എൻ്റെ കൈപിടിച്ചവനെ എനിക്കറിയാം, എൻ്റെ കൈപിടിച്ചവനെ എനിക്കറിയാം. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? ആത്മാവിൽ ഊരബാന ഹംദരാധന വൈഷമാന ഹത്തരാധന. I rejoice in the presence of God. Hallelujah. വിശുദ്ധ തിരുവെഴുത്തിലെ വലിയൊരു പാട്ടുകാരനാണ്, ഭയങ്കര പാട്ടുകാരനാണ്. പുള്ളി പാട്ട് പാടുകയും ചെയ്യും, പാട്ട് എഴുതുകയും ചെയ്യും. സോണിയെക്കാട്ടി നന്നായിട്ട് കീബോർഡ് വായിക്കുകയും ചെയ്യും. കാരണം സംഗീത പ്രമാണിയാ. പേരെന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ ആസാഫ് എന്ന ദാവീദിൻ്റെ ഗായക സംഘത്തിലെ 3 പേരിൽ പ്രധാനി സംഗീത പ്രമാണി എന്നാണ് പേര്, ആസാഫ് എന്ന. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് ജനലിൻ്റെ ബ്ലൈൻഡ് തുറന്നപ്പോൾ പുള്ളിക്ക് അടുത്ത വീട്ടുകാരൻ 2ാമത്തെ നില പണിയുന്നു. 73-ാം സങ്കീർത്തനം. ഈ വീടിൻ്റെ അടുത്ത ഫ്ലോർ പണിതുകൊണ്ടിരിക്കുക. പിള്ളേരുടെയൊക്കെ കല്യാണം നടന്ന പന്തൽ അവിടെ തന്നെ കിടപ്പുണ്ട്. പുതിയ വണ്ടി അങ്ങോട്ട് പോർച്ചിലോട്ട് കയറ്റിയിട്ടു. ഇനി സങ്കീർത്തനക്കാരൻ്റെ ഭാഷ, എൻ്റെ ഭാഷയെ പറഞ്ഞ് കണ്ണെല്ലാം ഇങ്ങനെ ഉന്തി ഒതളങ്ങാ പോലെ ഇരിക്കുക. പുഷ്ടി കൊണ്ട് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ. തൊഴുത്തിൽ പശുവിന് ഒരു കുറവുമില്ല. പിള്ളേരൊക്കെ നല്ല ഉരുണ്ട് തടിച്ച സ്കൂളിലൊക്കെ പോയി വരുന്നത്. ഞാൻ വീട്ടിലോട്ട് നോക്കി, സമയത്ത് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. 3 നേരം കഞ്ഞി കിട്ടിയെങ്കിലായി. ആകെ പ്രയാസത്തില്ല. അതുകൊണ്ട് തീരുമാനിച്ചു ഞാൻ ഇന്ന് അവിടെ പോകുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, ഞാൻ സഭായത്തിന് പോകുന്നില്ല. നമ്മളങ്ങനെയൊക്കെ പോകാതിരിക്കുമല്ലോ. വിഷമിച്ച് ആരുടെയെങ്കിലും സൗഖ്യം കണ്ട ഉടനെ എന്ത് ചെയ്യും? നമ്മൾ പോകാതിരിക്കും. നമ്മുടെ സൗഖ്യം ഓർത്താ പോകണ്ടേ? നാട്ടുകാരൻ്റെ സൗഖ്യം ഓർത്തല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. ദൈവം എനിക്ക് തന്ന സൗഖ്യത്തിനായിഷ്ടം. ഏകദേശം ഒരു 10 മണി വരെ ഇന്നത്തെ സഭായം വെച്ച് പറയുക, ഒരു 9:30-10 പേരൊക്കെ പിടിച്ച് നിന്ന് പള്ളിയിലെങ്ങും പോകുന്നില്ല. അധികം നാളൊന്നും നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്നേ, അകത്തൊരു കൃപയുടെ വിത്ത് വീണിട്ടുണ്ടെങ്കിൽ. ഹല്ലേലൂയ. പുള്ളി അങ്ങോട്ട് പതുക്കെ അങ്ങ് സഭായോഗത്തിന് ലേറ്റായിട്ട് ചെന്നു. ഇന്ന് പാട്ട് കൊയറിലൊന്നും കയറുന്നില്ല, മാറി നിൽക്കുകയാണ്. പക്ഷെ അവിടെ ചെന്ന് കണ്ണടച്ചപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഹല്ലേലൂയ. ഈ പുള്ളി എവിടെ നിൽക്കുന്നത്? ഈ ട്രെഡ് മില്ലിൽ ഗ്രീസ് തേച്ചിട്ട് ഓടത്തില്ലേ, അതുപോലെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പുറത്തെ വീട്ടിലെ പുള്ളി എല്ലാം ഉണ്ടെങ്കിലും അവൻ നിശ്ചയമായിട്ട് എവിടെ നിൽക്കുന്നത്? വഴുവഴുപ്പി. താനൊന്ന് നോക്കി, ഞാൻ എവിടെ നിൽക്കുന്നത്? ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു കൈ തൻ്റെ തോളിൽ, 73-ാം സങ്കീർത്തനം 24-ാം വാക്യം, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. റിബാന ഹത്തുരാധന. എന്താ മുടിഞ്ഞു പോകാഞ്ഞത്? വീടിൻ്റെ വലിപ്പം കൊണ്ടോ കാറിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ, എല്ലാം കാര്യം സമയത്ത് നടന്നിട്ട് കൊണ്ടല്ല. എന്നെ പിടിച്ച കരം എനിക്കറിയാം. ഇന്ന് പകൽ എത്ര പേർക്കറിയാം? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ദൂത് പറയുന്നു, കഴിഞ്ഞ 50 വർഷമായി നിന്റെ മേൽ വെച്ച ആ കരമുണ്ടല്ലോ, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും. തീരുന്നില്ല ഈ നടപ്പ്, ഇവിടെ തീരത്തില്ല. പിന്നത്തേതിൽ നീ എന്നെ മഹത്വത്തിലേക്ക് ചേർത്ത് കൊള്ളും. ഹല്ലേലൂയ. പരിസരം മറന്ന് 2 കൈയും പൊക്കി തുള്ളിച്ചാടി ആസാഫ് അന്ന് പകൽ ആരാധിച്ച ആരാധനയുടെ പദമാണ്. അല്ലെങ്കിൽ 73-ാം സങ്കീർത്തനത്തിൻ്റെ 26-ാം വാക്യം, സ്വർഗത്തിൽ എനിക്കാരുള്ളൂ. ഹല്ലേലൂയ. അത് വളരെ സത്യമാണ്, നമുക്കും അറിയാം. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ. 2-ാം പദം പറയുമ്പോൾ ഇന്ന് പകലും തുള്ളിച്ചാടുവാൻ ഇവിടെ ചിലരൊക്കെ ഉണ്ട്. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എത്ര പേർ അതിരം തുറന്ന് വിളിച്ചു പറയും, ഈ ഭൂമിയിൽ നീയല്ലാതെ, ഈ ഭൂമിയിൽ എൻ്റെ രോഗത്തിൽ നീയല്ലാതെ. ദൈവദാസൻ സങ്കീർത്തനത്തിൽ കൂടെ നിങ്ങളെ ശക്തമായി പ്രബോധിപ്പിച്ചില്ലേ? എൻ്റെ വേദനയിൽ നീയല്ലാതെ, എൻ്റെ നിന്ദയിൽ നീയല്ലാതെ, എൻ്റെ ആക്ഷേപത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ തലമുറയുടെ വിഷയത്തിൽ ഞാൻ പറയുന്നിടത്ത് നീയല്ലാതെ എനിക്കാരുമില്ല. ഹല്ലേലൂയ. അന്ധകാരത്താ എല്ലാ കണ്ണും മങ്ങുമ്പോ, അന്ധകാരത്താ എല്ലാ കണ്ണും, ആ മങ്ങിടാത്ത കണ്ണിനേക്കൊന്നുണ്ട് സ്വർഗ. കരങ്ങളെ അടിച്ചു പാടാമോ? മങ്ങിടാത്ത. ഓ എൻ മൊഴി കേൾപ്പാൻ പൂവിൽ കാതില്ലെങ്കിലോ, എൻ മൊഴി കേൾപ്പാൻ പൂവിൽ കാതില്ല. ഓ ചെന്മയായി തുറന്ന കാതും നുണ്ട് സ്വർഗത്തിൽ, ചെന്മയായി തുറന്ന.
ഉള്ളിലാകൂല ചിന്തയുള്ള മർത്യരെ, ഓ ഉള്ളിലാകൂല ചിന്തയുള്ള ആ വല്ലഭന്റെ കൺകളുണ്ട് കല്ലുപാതയിൽ, വല്ലഭന്റെ ചേർന്ന് പറ, ഓ അന്ധകാരത്ത എല്ലാ കണ്ണും മങ്ങിടാത്ത കണ്ണേനേക്കം ഭൂമയർക്കുള്ള സ്നേഹമറ്റു പോകുമ്പോ, ഭൂമയർക്കുള്ള ഓ ക്ഷാമമേശിടാത്ത സ്നേഹം ഉണ്ട് സ്വർഗത്തിൽ, ക്ഷാമമേശിടാത്ത സ്നേഹം. നമ്മുടെ ഈ പാട്ടുകളൊക്കെ പ്രസംഗത്തിന് തുല്യം ദൈവമക്കളെ. പഴയ പാട്ടുകൾ ഹല്ലേലൂയ, പ്രസംഗം നീട്ടി പറഞ്ഞതേ ഉള്ളൂ ഈ പഴയ പാട്ട്. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ സമാധാനം ഒരു സ്വത്തായി മാറണം. മുന്നോട്ട് പോകട്ടെ. അപ്പോസ്തലപ്രവൃത്തി 9:31 നാം ഇങ്ങനെ വായിക്കുന്നു, സ്തേഫാനോസിന്റെ മരണത്തോടുകൂടി സ്തേഫാനോസിന്റെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കാവൽ നിന്ന കൂട്ടത്തിലെ മുഖ്യനായിരുന്ന പൗലോസിന്റെ മാനസാന്തരവും തുടർന്നുള്ള സംഭവങ്ങളുമാണ് അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായം തുടങ്ങിയുള്ള സംഭവങ്ങൾ. ദൈവസഭയ്ക്ക് വലിയ സമാധാനമുണ്ടായപ്പോൾ ഒന്ന്, സഭ ആത്മീയ വർധനവ് പ്രാപിച്ചു. ആത്മീയ വർധനവ് കൊണ്ട് 3 അർത്ഥമാണ് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തരുന്നത്. സ്പിരിച്വലി എഡിഫൈഡ് എന്ന് പറയുമ്പോൾ നാം വിശ്വാസത്തിൽ വർദ്ധിക്കും, സ്നേഹത്തിൽ വർദ്ധിക്കും, പ്രത്യാശയിൽ വർദ്ധിക്കും. ഇത് ദൈവസഭയുടെ സ്വത്തായി മാറണം. വിശ്വാസത്തിൽ വേരൂന്നി ആഴപ്പെട്ട് ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും അറിഞ്ഞ് പ്രത്യാശയിൽ വളരുമ്പോഴാണ് ഒരു ദൈവ പൈതല് ആത്മീക വർധനവ് പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വർദ്ധിക്കണം, സ്നേഹത്തിൽ വർദ്ധിക്കണം, പ്രത്യാശയിൽ വർദ്ധിക്കണം. അത് വിശദീകരിക്കാൻ സമയമില്ല, ആവശ്യമില്ല. 2, ദൈവഭയത്തിൽ, കർത്താവിനോടുള്ള ഭക്തിയിൽ ദൈവസഭ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച് ഒന്നും കൂടി ആവർത്തിക്കുന്നു, ദൈവമക്കൾ ദൈവഭയത്തിൽ നടക്കണം. ആലയത്തിനകത്ത് വന്നാലും ഇരിക്കുമ്പോഴും പോകുമ്പോഴും നമുക്കൊരു ചിട്ടയുണ്ടായിരിക്കണം. ദൈവമക്കളെ, ദൈവഭയം ദൈവസഭകളിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശദീകരിക്കണമെന്നുണ്ട് ദൈവഭയത്തെക്കുറിച്ച്. എന്താ ഭയം എന്ന് പറഞ്ഞാൽ, അബ്രഹാമിനെ കുറിച്ച് സ്വർഗം പറയുന്നു, നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഏതാ ചോദിക്കുന്നത് മടി കൂടാതെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോഴാ ദൈവഭയം വെളിപ്പെടുന്നത്. ദൈവഭയം ഇല്ലാത്തതിൻ്റെ തെളിവെന്താ? ഉൽപ്പത്തി 20:11 അബീമേലെക്കിന്റെ മുഖത്ത് നോക്കി അബ്രഹാം പറയുന്നു, നൗ ഐ നോ, ഐ തോട്ട് ദാറ്റ് there is no fear of God. ഇവിടെ ദൈവഭയം ഇല്ലെന്ന് ഞാൻ ഓർത്തു. അല്ലല്ലോ, സെക്ഷൽ ഇമ്മാറലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അബീമേലെക്ക് സാറായി എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിനെ നോക്കി അബ്രഹാം പറയുക, ഞാൻ വിചാരിച്ചു ഇവിടെ ദൈവഭയമില്ലെന്ന്. പാപം ചെയ്യുന്നതിൻ്റെ കാരണം ദൈവഭയമില്ലാത്തതുകൊണ്ടാണ്. സഹോദരന് നേരെ വിരൽ ചൂണ്ടുന്നത്, അവൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, സഹോദരന് നേരെ ഏഷണി പറയുന്നത്, അപവാദം പറയുന്നത്, കൂട്ടുകാരനെ ഒറ്റിക്കൊടുക്കുന്നത്, അവനെ ഒറ്റപ്പെടുത്തുന്നത്, ഒരപ്പത്തിൻ്റെ അവകാശികളെ നിഷ്കരണം തള്ളിപ്പറയുന്നത് ദൈവഭയം ഉള്ളിലില്ലാത്തത് കൊണ്ടാണ്. ദൈവഭയത്തിലേക്ക് ദൈവമക്കൾ മടങ്ങി വരണം. ഉൽപ്പത്തി 45 യോസഫ് അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കിടന്ന ശിമിയോനെ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടെന്ന് പുറത്ത് നിർത്തിയിട്ട് പറയുന്നു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. എൻ്റെ തടവിനകത്ത് എനിക്ക് ആരെയും സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഹൃദയത്തിൻ്റെ തടവിനകത്ത് കെട്ടിയിട്ടിരിക്കുന്നവരെ ഇന്ന് രാവിലെ അഴിച്ചുവിട്ടാൽ അതിൻ്റെ തെളിവാ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. നമുക്കാരോടും പിന്നെന്തോ ഇല്ല, പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ല. നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അറിയാം. എന്ന് കർത്താവേ, എനിക്ക് ആ സഹോദരനോട് ഒരു വിരോധവും ഇല്ല, നീ ഇടപെട്ടോണം. തീർന്നല്ലോ. കാരണം നീ എന്ത് ചെയ്യണം? അവസാനം ദാവീദ് മരിക്കാൻ നേരം മോനോട് പറഞ്ഞു, നീ ഷിമിയുടെ കാര്യം നീ എന്ത് ചെയ്യണം? നോക്കിക്കോണം എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുക. ഇവനും ഇത് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചോ അതേ സഹോദരൻ സഹോദരി ഇന്നലെ രാത്രി നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാര്യം ഉറപ്പായല്ലോ. അത് മേൽക്കൂരയ്ക്കപ്പുറത്ത് പോകാത്ത പ്രാർത്ഥനയായി ഇവിടെ തന്നെ ഉള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇല്ലെങ്കിൽ അവനും തട്ടിപ്പോയേനെ, ഞാനും തട്ടിപ്പോയേനെ. കർത്താവ് എത്രയോ വലിയ നീതിമാനായ ദൈവം. നമുക്ക് ആത്മീയ വർധന പ്രാപിക്കണം, ദൈവത്തുള്ള ഭയത്തിലും ഭക്തിയിലും. സ്തോത്രം. ദൈവമക്കളെ, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നടക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ? പേടിച്ചൊന്നും പോകണ്ട.
ഞാൻ വിൽസൺ പാസ്റ്ററെ കുറിച്ച് എനിക്ക് വലിയ ഇഷ്ടം വിൽസൺ പാസ്റ്ററെ ഞാനിങ്ങനെ കുറ്റം പറയുമ്പം ഹല്ലേലൂയ എൻ്റെ നാക്കൊരു ശകലം പെരുത്ത് തളർന്നു തുടങ്ങിയാൽ 24 വർഷം കൊണ്ട് മാറ്റാൻ പറ്റാത്ത എൻ്റെ സ്വഭാവം ഞാൻ അന്നേരെ എൻ്റെ കൂട്ടത്തിലുണ്ടേ. പ്രൈസ് ദി ലോർഡ്. കൂട്ടുകാരന് വിരോധമായി ഇങ്ങനെ എഴുത്തൊക്കെ എഴുതി പബ്ലിഷ് ഊമക്കത്തും അഡ്രസ്സ് ഉള്ളതും അഡ്രസ്സ് ഇല്ലാത്തതും അയക്കുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൈ ഒന്ന് നിന്നു പോയാൽ ഹല്ലേലൂയ ജനിച്ചപ്പോൾ തൊട്ടുള്ള എൻ്റെ ആ സ്വഭാവം ഞാൻ 10 മിനിറ്റ് കൊണ്ട് മാറ്റും. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നടക്കാത്തത് കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ മുതിരുന്നു. പക്ഷെ എന്നും ദൈവം ഇങ്ങനെ ഇരിക്കുമെന്ന് ഓർക്കരുത്. നീ ഇവ ചെയ്തിട്ട് മിണ്ടാതിരുന്നപ്പോൾ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. പക്ഷെ ദൈവത്തെ മറക്കുന്നവനെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ യഹോവ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകുകയില്ല. ഭയത്തോടെ വേണം ദൈവത്തെ സേവിക്കുവാൻ, ബഹുമാനത്തോടെ വേണം ദൈവമക്കളോട് ഇടപെടുവാൻ. ദൈവസഭയ്ക്കകത്ത് ദൈവഭയം ചോർത്തിക്കളയുന്ന ഒരു വാക്കുപോലും ഉച്ചരിക്കുവാൻ ആരും മെനക്കെടരുത്. കാരണം ഇത് IPCയുടെ സഭയല്ല, ഇത് അല്ലെങ്കിൽ സംഘടനയല്ല, ഇത് ദൈവത്തിന്റെ സഭയാണ്. യേശു തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയാണ്. ഹല്ലേലൂയ. അവർ ദൈവഭയത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിൽ നടന്നു. ദൈവമക്കളെ, ദൈവസഭ ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാർക്കായി ലീഡർഷിപ്പിനായി സ്തോത്രം. ഇവരെല്ലാം ദൈവസഭയെ നയിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലായിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്ക് കൊടുക്കുന്ന കോമൺ മെസ്സേജ് 2 കാര്യങ്ങൾ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവസഭ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം. വചനം ഇങ്ങനെ പറയുന്നു എന്ന് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെയാണ് കാലഘട്ടത്തിന് ആവശ്യം. വായി തോന്നുന്നല്ല, ഞങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നല്ല. ഇന്ന് പകൽക്കാലം ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത, ഇന്നേക്ക് 28 വർഷങ്ങൾക്ക് മുമ്പ് 21-ാമത്തെ വയസ്സിൽ ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ കാരണമായി തീർന്നത് എൻ്റെ ചെവിക്കകത്ത് ഹല്ലേലൂയ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ കേട്ട ഒരു ദൈവ ശബ്ദമാണ്. സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. യങ് ചിൽഡ്രൻ ആസ്കിംഗ് ഫോർ ദ ബ്രെഡ്, നോ വൺ ബ്രേക്ക് ഇറ്റ് അൺടു ദം. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം അവരുടെ ഭാഷയിൽ വഴിവെക്കി നിലവിളിക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നുറുക്കി കൊടുക്കുവാൻ നിന്റെ മേലൊരു വിളിയുണ്ട് എന്ന ദൈവശബ്ദം കേട്ട് കഴിഞ്ഞ 28 വർഷമായി വചനം പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ ശബ്ദം കേട്ട് ജീവിതത്തിൽ ആടി ഉലയ്ക്കുന്ന വിഷയങ്ങൾ കടന്നു വന്നിട്ടും ഇനിയും പ്രസംഗിക്കത്തില്ലെന്ന് എഴുതിത്തള്ളിയ കാലഘട്ടത്തിലും ആ ആഴ്ച കർത്തൃമേശ കൊടുക്കത്തക്കവണ്ണം ദൈവം ബലപ്പെടുത്തിയ ദിവസങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിൽ ഇന്ന് പകൽ ദൈവമക്കൾ നടക്കട്ടെ. ഹല്ലേലൂയ. സഭ പെരുകാൻ തുടങ്ങി. ഞാൻ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സഭാ വർധനം ഉണ്ടാകണമെങ്കിൽ, ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ ചർച്ച് ഗ്രോത്ത് ഇൻ ദാറ്റ് ആസ്പെക്ട്. സംടൈംസ് ചർച്ച് ഗ്രോസ് when the number decrease. ചിലപ്പോൾ സഭയിൽ ആൾ കുറയുമ്പോഴും സഭ വളരും. എൻ്റെ കൂട്ടത്തിലുണ്ടേ, സൂക്ഷിച്ചോണം. ചിലപ്പോൾ നിങ്ങൾ കാരണമായിരിക്കും സഭാ വളർച്ച തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മാനസാന്തരപ്പെടാൻ നല്ലൊരു അവസരം കൂടെ. ഇതേതായാലും ഓപ്പൺ സുവിശേഷ യോഗം അല്ലാത്ത കൊണ്ട് ഈ പുറമേയുള്ള മർത്തമക്കാരുടെ CSക്കാരും പ്രസംഗിക്കാൻ എനിക്ക് പെന്തക്കോസുകാർ മാനസാന്തരപ്പെട്ടാട്ടെ. കാരണം സംടൈം ഞാൻ സാറെ പ്രസംഗിക്കാറുള്ളതാ. ഗിദെയോന്റെ സഭയിൽ 32,000 പേരൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഞായറാഴ്ച. 1-2 അല്ല, എത്ര പേരാ? വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മെഗാ ചർച്ച് ഓൺ ദോസ് ഡേയ്സ്. ഒറ്റ ഞായറാഴ്ച നിൽക്കുമ്പോൾ 32,000 പേര് വെള്ള പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഗിദെയോൻ്റെ പാസ്റ്റർ രാവിലെ മൈക്ക് കൊടുത്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇന്നത്തെ മെസ്സേജും പോയിന്റും ഞാൻ പറയും, നീ അങ്ങ് പ്രസംഗിച്ചാൽ മതി. ഭയവും വീരത്തുള്ളവർ ഒറ്റ പോക്കെ. എത്ര പേര് സഭ പൊട്ടി? എൻ്റെ കൂട്ടത്തിലുണ്ടേ. ന്യൂയോർക്കിലൊന്നും അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല ഇത്രയും പൊട്ടൽ. 20,000 പേരെ ഒറ്റ പ്രസംഗത്തിൽ വീട്ടിൽ പോയത്. ബാക്കി എത്ര പേരുണ്ട്? അയ്യോ പാസ്റ്റർ ദൈവമേ ഇനിയും ഇത് പൊട്ടാൻ സമ്മതിക്കല്ലേ. അടുത്ത പ്രസംഗം ഹല്ലേലൂയ 9,700 പേര് വെള്ളത്തിനരികെ പോയി മുട്ടുമടക്കി ഹല്ലേലൂയ വെള്ളം കുടിക്കുന്ന ഒരു ടെസ്റ്റ്. നോക്കുമ്പോണ്ടാ 9,700 എണ്ണം വെള്ളത്തിൽ മുഖം വെച്ച് കിടക്കുക. മണ്ണിൽ മുഖം അമർത്തുന്നവൻ, ഈ ലോകത്തിൽ മുഖം മൂടി നിൽക്കുന്നവന് ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടാൻ കഴിയത്തില്ല. If you are trying to bury your face and life in this earth, you cannot be the part of the church of God. ജീവിതത്തെ ഈ ലോകത്തിൻ്റെ നന്മകൾക്കും ഈ ലോകത്തിൻ്റെ സമൃദ്ധിക്കും ആർത്തിയോടെ വെള്ളത്തിനകത്ത് മുഖം മൂടുന്നവന് വരാനുള്ള സ്ഥലമല്ല ദൈവസഭ. ആവശ്യത്തിന് മാത്രം വെള്ളം കുടിച്ച് ഇടം വലം നോക്കി വരും വരാഴികളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടുള്ള യുദ്ധത്തിനകത്ത് ഉൾക്കിടലമുള്ളവന് മാത്രമേ ദൈവസഭയിൽ അംഗമായിരിക്കുള്ളൂ. അത് 300 ഉള്ളെങ്കിൽ ആ 300 കൊണ്ട് 7 വർഷം ദേശത്തെ മെതിച്ച് മേശത്തെ കൈപ്പാക്കിയ മിഥ്യാന ശക്തികളെ പായിക്കുവാൻ ആ 300 പേര് മതി.
അപ്പോൾ ദൈവസഭയുടെ വളർച്ച നോട്ട് ഇൻ ദ ന്യൂമറിക്കൽ ആസ്പെക്ട്, എണ്ണത്തിന്റെ ക്രമത്തിൽ മാത്രമല്ല, ആത്മീയമായി വളരുന്ന ഒരു സഭയായി നമുക്ക് തീരണം. എന്തിനാ അധികം? നിങ്ങളിൽ ഒരുവൻ 1000 പേരെയും 2 പേര് ചേർന്നാൽ 10,000 ഓടിക്കത്തക്കവണ്ണം ന്യൂയോർക്ക് പട്ടണത്തിലും ഫിലദൽഫിയയിലും കണക്റ്റിക്കട്ടിലും ബോസ്റ്റണിലും ന്യൂജേഴ്സിയിലും ഒക്കെ വ്യാപരിക്കുന്ന അന്യായത്തങ്ങൾ ശാസിക്കപ്പെടുവാൻ 2 പേർ കൈകൊടുത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന കാലം വിദൂരമല്ല. ദൈവസഭകൾ ഉണരട്ടെ, ഒരുമിച്ച് നിൽക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ സഭ വളരണമെങ്കിൽ 9-ാം അധ്യായത്തിൽ 6 കൂട്ടം ആൾക്കാരെ കാണുന്നുണ്ട്. 6 ടൈപ്പ് ഓഫ് പീപ്പിൾ. ഈ 6 പേര് സഭയിലുണ്ടെങ്കിൽ സഭ ആത്മീയമായിട്ടും ഹല്ലേലൂയ അക്ഷരത്തിലും ഒക്കെ വളരുവാൻ ഇടയായിത്തീരും. 6 പേരുടെ പേര് പറയുമ്പോൾ എൻ്റെ സമയം തീരും. അതുകൊണ്ട് വേഗം ആ പേര് പറഞ്ഞു പോകാൻ പോകുകയാണ്. 6 പേര് സഭയിൽ വേണം. വി നീഡ് 6 group of people in the church to see there is a spiritual growth and a numerical growth in every house of God. ദൈവസഭയ്ക്കകത്ത് ഈ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി 6 കൂട്ടം ആൾക്കാരെ വേണം. ഒന്ന്, അതിൻ്റെ 9-ാം അധ്യായത്തിന്, ഈ 9-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. തുടങ്ങിക്കാട്ടെ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവേ, അടിയൻ ഇതാ. ദർശനമുള്ള അനന്യാസുമാർ സഭയ്ക്കകത്ത് വേണം. ഹല്ലേലൂയ. മഹാപുരോഹിതന്റെ അധികാരപത്രം കയ്യിലുള്ളവനെ ദൈവത്തിന്റെ മാനപാത്രമാക്കി മാറ്റണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദമസ്കോസ് പട്ടണത്തിൽ വേണം. വെൽക്കം ടു ഡമാസ്കസ് എന്ന ബോർഡിന്റെ അവിടെ വരുമ്പോൾ എത്ര കരുത്തനാണെങ്കിലും പിടഞ്ഞു വീഴുന്നത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ആ പട്ടണത്തിലുള്ളത് കൊണ്ടാണ്. സഭയ്ക്കകത്തും കുടുംബത്തിനകത്തുമൊക്കെ പ്രാർത്ഥിക്കുന്ന ചിലരുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സഭ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രസംഗിക്കുന്നവരെയൊക്കെ എല്ലാവരും അറിയാം, പേരൊക്കെ എല്ലാവരും അറിയപ്പെടും. പ്രാർത്ഥിക്കുന്നവരെ ആരും അറിയത്തില്ല. പക്ഷെ പ്രതിഫലം വിഭാഗിക്കുന്ന ഒരു ദിവസമുണ്ട്. അനന്യാസിന് കേമന്മാരുടെ ലിസ്റ്റിലൊന്നും പേരൊന്നുമില്ല. അനന്യാസ് എന്നൊരു ശിഷ്യൻ ഡമാസ്കസിലുണ്ടായിരുന്നു. ഒരു കൊച്ചു പ്രെയർ ഗ്രൂപ്പൊക്കെ നടത്തുന്ന ഒരു ഭക്തനായ മനുഷ്യൻ. പക്ഷേ ദൈവം വിളിക്കുമ്പോൾ ഹല്ലേലൂയ ആരാണെന്നോ എന്താണെന്നോ എന്തിനാണോ വിളിക്കുന്നതെന്ന് ഒരു സംശയമില്ലാതെ അടിയൻ ഇതാ എന്ന് പറയുന്ന അനന്യാസുമാർ ദൈവസഭയ്ക്കകത്ത് വേണം. ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്ന, ദൈവശബ്ദത്തിന് കാതോർക്കുന്ന, ദൈവശബ്ദം അനുസരിക്കുന്ന അനന്യാസുമാർ. പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനാ മുറിയിലാ ദൈവം വെളിപ്പെടുന്നത്. പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെട്ടാൽ ദൈവത്തിന് വലിയ ഇഷ്ടമായി പ്രാർത്ഥിക്കുന്നവരുടെ അഡ്രസ്സ് പറയാം. സ്തോത്രഹല്ലേലൂയ. നമ്മളൊക്കെ ഇങ്ങനെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തുകൊണ്ടിരിക്കുക എല്ലായിടത്തും. കാരണം ഒന്ന് അറിയാൻ വേണ്ടി. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ്റെ വിസിറ്റിംഗ് കാർഡ് സ്വർഗത്തിൽ ഓൾറെഡി പ്രിൻ്റഡ് ആണ്. 2 തെളിവ്. ഒന്ന്, അനന്യാസിനെ വിളിച്ചിട്ട് പറയാം, അനന്യാസെ നീ എഴുന്നേറ്റ് എങ്ങോട്ട് പോകണം? ഗോ ടു ദ സ്ട്രൈറ്റ് സ്ട്രീറ്റ്, നേർവീതിയിലേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു യൂദ ഉണ്ട്. ആ യൂദയുടെ വീട്ടോട്ട് കയറണം. ആ യൂദയുടെ വീട്ടിനകത്ത് തർസോസുകാരനായ ഒരു ശൗലുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്നു. നോക്കണം, 10-ാം വാക്യത്തിൽ പറയുകയാണ്, അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക. എങ്ങോട്ട് പോകണം? കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്ന പൗലോസിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഹലോ, സ്ട്രൈറ്റ് സ്ട്രീറ്റിലെ യൂദയുടെ വീട്ടിലെ ഏത് മുറിക്കകത്ത് ഏത് പായിലിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ അഡ്രസ്സ് ആർക്കറിയാം? എത്ര പേർക്ക് സന്തോഷമായി? നിങ്ങളുടെ കിടക്കയിൽ ഇരുന്നോ, നിലത്ത് അല്ലെങ്കിൽ കാർപ്പറ്റിൽ മുഴങ്കാൽ മടക്കിയോ, രാത്രിയുടെ യാമങ്ങൾ മുഖമമർത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ സ്വർഗം കുറിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സങ്കീർണക്കാരൻ്റെ ഭാഷയെ പറഞ്ഞാൽ, നീ എൻ്റെ ഉഴച്ചകളെ എണ്ണുന്നു, ഹല്ലേലൂയ, നീ എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കുന്നു, അവ നിന്റെ പുസ്തകത്തിലില്ലയോ? കരഞ്ഞു പ്രാർത്ഥിക്കുന്നവൻ്റെ പേര് കുറിച്ചു വെക്കുന്ന ഒരു ദൂതസഞ്ചയത്തെ സ്വർഗത്തിൽ കാണുന്നു. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഹല്ലേലൂയ. ഇനിയും 10-ാം അധ്യായത്തിൽ ഇത്യാലിയിലെ പട്ടാളക്കാരനായ ശതാധിപനായ കൊർന്നലിയോസിന് പ്രത്യക്ഷമായിട്ടും അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക. എന്തൊരു കറക്റ്റ് അഡ്രസ്സ്! അത് ഞാൻ അവസാനം ഓർപ്പിക്കാൻ സമയമുണ്ടെങ്കിൽ ഓർപ്പിക്കാം. ഹല്ലേലൂയ. നീ എഴുന്നേൽക്കണം, എങ്ങോട്ട് പോകണം? ഹല്ലേലൂയ. ആൾക്കാരെ അയക്കണം, അഡ്രസ്സ് കൊണ്ടുവയ്ക്കുക. എങ്ങോട്ട് വേണം? സൈമൺ പീറ്റർ, കെയർ ഓഫ് സൈമൺ ദ ടാനർ. അഡ്രസ്സ് മാറിപ്പോയി തെറ്റും. കാരണം ഒരുത്തൻ തോല് ഉറക്കിടുന്നവനാണ്. അവൻ വന്ന് പ്രസംഗിച്ച കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് അഡ്രസ്സ് വായിപ്പോലെ സൈമൺ പീറ്റർ, കെയർ ഓഫ് സൈമൺ ദ ടാനർ, അല്ലെങ്കിൽ ജോപ്പ നിയർ സീ ഷോർ. ഇത് കറക്റ്റായിട്ട് അഡ്രസ്സ് കൊടുത്ത് കറക്റ്റ് ആമസോണുകാരൻ വീട്ടിൽ വന്ന് ബെല്ലടിക്കുന്ന പോലെ അല്ലേ അവർ എന്നിട്ട് കാര്യം കൊണ്ട് സാധിപ്പിച്ചെടുത്തത് പ്രാർത്ഥിക്കുന്നവരെ. കാരണം നട്ടുച്ചയ്ക്ക് വിശന്ന് പൊരിയുന്ന വയറുമായി വെൺമാടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ അഡ്രസ്സ് സ്വർഗത്തിനറിയാം. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. പ്രതിഫലം വിവാഹിക്കുന്ന ദിവസമൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ഞാനിങ്ങനെ സന്തോഷിക്കുക. ഞാൻ ഇങ്ങനെ ഒരു മകൾ സദസ്സ്, 1000 വിശുദ്ധന്മാർ, വെള്ളനിലയെങ്കി ധരിച്ച്, കോടാനുകോടി ദൂതന്മാർ, മരിച്ചു മൺമറഞ്ഞവരും ജീവനോടെ ശേഷിച്ചവരും രൂപാന്തരം പ്രാപിച്ച് കാഹളനാദത്തിൽ സ്വർഗ കവാടത്തിലെത്തി. ഹല്ലേലൂയ. പ്രതിഫലം വിഭാഗിക്കുന്ന ദിവസം ആസന്നമായി. അന്ന് അല്ലെങ്കിൽ പ്രതിഫലം വിളിക്കാൻ പോകുക. പൗലോസ് കയറി വാ, പ്രതിഫലം കൊടുക്കാൻ പോകുക. പൗലോസിന് ഏത് കിരീടമാണ് കിട്ടാൻ പോകുന്നത്? അതും പോയി.
ക്ലാസ് ഇങ്ങനെ ചോദ്യമൊന്നും ചോദിക്കാതെ പ്രസംഗിച്ച് പോയാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. പൗലോസ് ഏത് കിരീടമാണ്? പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. ഏത് കിരീടമാണ്? നല്ല പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ഇനിയും നീതിയുടെ കിരീടം. പൗലോസ് നല്ല ഹി വാസ് പ്രിറ്റി ഷുവർ. അല്ല, ഏത് കിരീടവാ തലയെ വെക്കുന്ന പോലെ ഉറപ്പായിരുന്നു. നമുക്ക് പോകുന്ന പോലെ അറിയത്തില്ല. ദൈവമക്കളെ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയണം നാം പ്രാപിക്കാൻ പോകുന്ന തേജസ്സിന്റെ വലിപ്പം. നിത്യ തേജസ്സിന്റെ ഖനം ഓർക്കണം. അപ്പോഴാ ഈ ലോകത്തിലെ കട്ടം ഇവിടെ ഇരുന്നുകൊണ്ട് ഓർത്താട്ടോ അതിന്റെ ഖനമൊക്കെ. നമ്മെ അണിയിക്കാൻ പോകുന്ന നിത്യ തേജസ്സിന്റെ ഖനം. ഹല്ലേലൂയ. പടക്ക പോകണമെന്നുണ്ട്. അതങ്ങോട്ട് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോൾ പൗലോസിൻ്റെ കിരീടധാരണം കൊറോണേഷൻ നടക്കാൻ പോകുക. സ്വർഗം പറഞ്ഞ് പോസ് ഫോർ എ മൊമെൻറ്റ്. എനിക്ക് പുള്ളി വലിയ ഇഷ്ടമാണ്. 14 ലേഖനം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. 100 കണക്കിന് സഭ സ്ഥാപിച്ചിട്ടുണ്ട്. കടൽ വഴിയായും കരമാർഗമായും കപ്പൽ മാർഗം കഴുതപ്പുറത്തൊക്കെ യാത്ര ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാരെ നേടിയവനാണ്. പുള്ളി ദൈവസഭയ്ക്ക് അറിയപ്പെടുന്നവനാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഇതെൻ്റെ പ്രസംഗ ഭാഷ, എൻ്റെ ഭാവനയാണ്. സ്തോത്രമല്ലി, എൻ്റെ ആവേശം കൊണ്ട് പറയുന്ന എനിക്കൊരാളെ പരിചയപ്പെടുത്തുവാനുണ്ട്. ശൗലേ സഹോദര, കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞ് എന്നെ അനുസരിച്ച് കൈവച്ചൊരു അനന്യാസുണ്ട്. അവനൊരു പ്രസംഗത്തിന് വേദി കിട്ടിയിട്ടില്ല, ആരും അവനെ അറിഞ്ഞിട്ടില്ല. പക്ഷേ അവന് കിട്ടുന്ന പ്രതിഫലം പൗലോസിൻ്റെ കിരീടത്തെക്കാൾ വലിയ കിരീടമായിരിക്കും. എത്ര പേർക്ക് നിരാവിലെ സന്തോഷമുണ്ട്? അവൻ പ്രാപിക്കാൻ പോകുന്ന കിരീടത്തിൻ്റെ തിളക്കമോർത്ത് എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു. വീണ്ടും കിരീടധാരണം നടക്കാൻ പോകുക. പത്രോസ് അവിടെ വരാൻ പറഞ്ഞു. ഏറ്റവും പ്രഗത്ഭനായ പ്രാസംഗികനായ പത്രോസ്, ദൈവസഭയുടെ ആദ്യത്തെ അപ്പോസ്തലൻ, യേശുവിൻ്റെ കൂടെ നടന്നവൻ, ദൈവസഭയെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവദാസൻ, അല്ലെങ്കിൽ ലേഖനം എഴുതിയവൻ, ഒറ്റ പ്രസംഗത്തിൽ 3000 പേരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ആവേശത്തോടെ യേശുവിനെ കണ്ടുമുട്ടത്തക്കവണ്ണം, അവരെ സ്നാനത്തിലേക്കും ആത്മനിയോഗത്തിലേക്ക് നയിക്കത്തക്കവണ്ണം, അല്ലെങ്കിൽ ശമരിയയിലും അല്ലെങ്കിൽ ജാതികളുടെയിലും സുവിശേഷത്തിൻ്റെ ഘോഷണം അറിയിച്ച അപ്പോസ്തലനായ പൗലോസ്, ചരിത്രം ശരിയാണെങ്കിൽ തലകീഴായി എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ. പത്രോസിൻ്റെ കിരീടധാരണമാണ്. പത്രോസിന് ഏത് കിരീടമാണ്? ഇടയശ്രേഷ്ഠൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ തിളക്കമുള്ള വാടാത്തിയ കിരീടം പത്രോസിൻ്റെ തലയിൽ വെക്കുന്നതിന് മുമ്പ് സ്വർഗം പറയും, ക്യാൻ യു പോസ് ഫോർ എ മൊമെൻറ്റ്? ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാമോ? എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നലെ രാത്രി യേശുവിൻ്റെ കൂടെ താമസിച്ചു എന്ന് പറഞ്ഞ്, ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് തൻ്റെ സഹോദരൻ്റെ അടുക്കൽ ചെന്നൊരു അന്ത്രയോസ് ഉണ്ട്. അവൻ അന്ന് പോയി കൈ കൊടുത്തുകൊണ്ട്, പിന്നെ ആകെ 3 പ്രാവശ്യം പുള്ളിയെ കണ്ടുള്ളൂ. ഒന്ന് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് കണ്ടു, പിള്ളേരുടെ നടന്നുകൊണ്ട് കിട്ടി. അപ്പോൾ എല്ലാം വാരിക്കൊണ്ട്, കാരണം ചിൽഡ്രൻ മിനിസ്ട്രി ആയിരുന്നു പുള്ളിക്ക്, ചിൽഡ്രൻ ചർച്ചായിരുന്നു, അതും വാരിക്കൊണ്ട് വന്നു. 2 ഹല്ലേലൂയ. രണ്ടാമത് ഞങ്ങൾ അന്ത്രയോസിനെ പിന്നെ കാണുന്നത്, കുറച്ച് ഗലീലയിൽ വന്ന ചില പുരുഷന്മാർക്ക് യേശുവിനെ കാണണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെ അടുക്കെ കൊണ്ടുവന്നു. യോഹന്നാൻ 12 അന്ത്രയോസിനെയും കൂടെ കൂട്ടിയാണ് യേശുവിൻ്റെ അടുക്കെ വന്നത്. അങ്ങനെ ആകെ 2 മിനിസ്ട്രി ഉള്ളത്. ഒരു ഇവാഞ്ചലിസം ശുശ്രൂഷയും കണ്ടു, പിന്നെ സഹോദരനെ നേടി, പിന്നെ ഒരു ചിൽഡ്രൻ ചർച്ച് നടത്തി. ആകെ ഇത് 3 മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളിയെക്കുറിച്ച് അഡ്രസ്സ് പോലും ഇല്ല. പക്ഷെ പ്രതിഫലം വിഭാഗിക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ്, പത്രോസിൻ്റെ കിരീടത്തിനേക്കാൾ തിളക്കം കാണും. അല്ലെങ്കിൽ അന്ത്രയോസിൻ്റെ കിരീടത്തിന് ദൂത് പറയുന്നു ദൈവസഭയോട്. അല്ലെങ്കിൽ കേമന്മാരുടെ ലിസ്റ്റ് നിൻ്റെ പേര് കണ്ടെന്ന് വരത്തില്ല, ആരും നിനക്കൊരു കൈ തന്നെന്ന് വരത്തില്ല. പക്ഷെ ആരും അറിയാതെ രാത്രിയാമങ്ങളിൽ നോർത്ത് ഇന്ത്യയിലെ വയലുകളെ ഓർത്ത് ദൈവദാസന്മാർ കടന്നു പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചതും നിങ്ങൾ കൈമടക്ക് കൊടുത്തതും ഒന്നും മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. പ്രതിഫലം വിഭാഗിക്കുമ്പോൾ ആത്മാക്കളാകുന്ന കറ്റകൾ വാരിക്കൂട്ടിയതിൻ്റെ കണക്കെടുക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ വെക്കുന്ന കിരീടമോർത്ത് എനിക്കിന്ന് അസൂയ തോന്നുന്നു. എത്ര പേർക്ക് ആത്മാവിൽ സന്തോഷമുണ്ട്? കേമന്മാർ ലിസ്റ്റിൽ എൻ പേരും വേണ്ട, ലോകം എനിക്ക് വേണ്ട, ലോകത്തിലൊന്നും വേണ്ട, ലോകത്തിൽ ഇമ്പം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഴങ്കാലിൽ ഇരുന്ന, രാത്രികളെ പകലാക്കിയ, ഓലോല കണ്ണുനീരൊഴുക്കിയ മാതാപിതാക്കളെ, നിങ്ങളുടെ തിളക്കം പോലൊരു തിളക്കം ഭൂമിയിലില്ല. ദർശനമുള്ള പ്രാർത്ഥിക്കുന്ന അനന്യാസുമാർ പട്ടണത്തിൽ സഭയിലുണ്ടെങ്കിൽ ദമസ്കോസിന്റെ അതിര് വിട്ടുപോകുവാൻ ഒരുത്തിനെ ദൈവം സമ്മതിക്കത്തില്ല. സഭയ്ക്കകത്ത് ആത്മാക്കൾ കടന്നു വരണമോ? മുഴങ്കാലിലിരുന്നോ? നിങ്ങളുടെ സഭയുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന, വീടിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നവന് ദൈവത്തിൻ്റെ സന്ദർശനം, അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന, അല്ലെങ്കിൽ വെളിച്ചം അവൻ്റെ ഹൃദയത്തിൽ വ്യാപരിക്കുവാൻ ദൈവപ്രവൃത്തി വെളിപ്പെടും. 2 സഭയിൽ വേണം. അതിൻ്റെ 22-ാം വാക്യം, ചാപ്റ്റർ 9 വേഴ്സ് 22. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്ന ശൗലുമാർ സഭയിൽ വേണം. 30 വർഷം മുമ്പ് പ്രാർത്ഥിച്ച 2 അന്യഭാഷയല്ല നമുക്ക് വേണ്ടത്. We need to be renewed by the power of the Holy Spirit. ആത്മാവിൻ്റെ പുതുക്കം ഈ ദിവസങ്ങളിൽ വേണം. മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്ന ശൗലുമാർ ആലയത്തിൽ ഉണ്ടാകട്ടെ. ഓരോ ദിവസവും ആത്മാവിൻ്റെ പുതുക്കം. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നു. ആത്മാവിൻ്റെ പുതുക്കമുള്ള ശൗലുമാർ വേണം. പൗലോസിനോട് ചോദിക്കൂ, ഈ ശക്തി ഏതാ നീ പുതുക്കിയത്? പിന്നീടുള്ള അധ്യായങ്ങളിൽ, ലേഖനങ്ങളിലൊക്കെ പൗലോസ് അത് വെളിപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമെന്ന് വരേണ്ടതിന് മൺകൂടാരത്തിനകത്ത് നിക്ഷേപമായി തന്നിരിക്കുക. ഇത് അകത്തുള്ളത് കൊണ്ട് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരാണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല?
ഇടുങ്ങിയിരിക്കുന്നില്ല. വി ആർ ഹാർഡ് പ്രസ്ഡാ. അല്ല, ഓയിൽ എടുക്കുവാൻ വേണ്ടി ഒലിവുങ്ക ചക്കിലിട്ട് ചതഞ്ഞരയുന്ന പോലെ അരഞ്ഞുപോയ ദിവസങ്ങളുണ്ട്. പക്ഷെ ഇടുങ്ങിപ്പോയില്ല. കാരണം ദൈവം എനിക്ക് വിശാലത വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒലിവിനോട് ചോദിക്കുക, ഒലിവുങ്കായെ നിനക്ക് വേദന എടുക്കത്തില്ലേ? ഉരലിനകത്തിട്ട് നിന്നെ ഉലക്ക കൊണ്ടിടിക്കുമ്പോൾ, ചക്കിനകത്തിട്ട് ആട്ടിയെടുക്കുമ്പോൾ നിനക്ക് വേദന തോന്നുന്നില്ലേ? ദൈവദാസ, എനിക്ക് വേദനയുണ്ട്. അത് ഞാൻ പറയാത്തതിൻ്റെ കാരണം, പക്ഷെ അല്പനിമിഷം കഴിയുമ്പോൾ ആലയത്തിലെ വിളക്കിനകത്ത് കത്തുന്ന എണ്ണയാക്കി സ്വർഗം എന്നെ മാറ്റുന്ന ദർശനമുള്ളത് കൊണ്ടാ ഈ വേദന ഞാൻ സഹിക്കുന്നത്. അതല്ലേ എൻ്റെ സന്തോഷം. ആലയത്തിനകത്ത് വരുമ്പോൾ നിങ്ങളെ കണ്ട ആരെങ്കിലും പറയുമോ, ഇന്നലെ രാത്രി മുഴുവൻ ചക്കിനകത്ത് വീണതുപോലെ നീ അനുഭവിച്ച വേദന? പക്ഷെ ഇന്ന് കത്തിയ ഈ കത്തൽ കാണുമ്പോൾ, ഇന്ന് കൈയടിച്ച ഈ വിധം കാണുമ്പോൾ, ഇന്ന് പാട്ടുപാടിയ നിന്റെ സ്വരം കേൾക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം നീ പറഞ്ഞ സ്തോത്രത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, അത് മറ്റുള്ളവർ കാണാതെ നിന്നെ എണ്ണ പോലെ ദൈവാലയത്തിൽ സുഗന്ധമുള്ള എണ്ണയാക്കി മാറ്റിയ, ആലയത്തിന്റെ തിരുനാളമാക്കി മാറ്റിയ അത്യുന്നതന് ഒരു സ്തോത്രം പറയുവാൻ എത്ര പേർ ഇന്ന് പകൽ തയ്യാറാകും? ഹല്ലേലൂയ. പൗലോസ് തുടരുന്നു. 2 കൊരിന്ത്യർ 4:16-17. ഹല്ലേലൂയ. നൊടി നേരത്തേക്കുള്ള സങ്കടമൊക്കെ മാറുമ്പോൾ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ഇങ്ങനെ നാൾക്ക് നാളിൽ ക്ഷയിച്ചു പോയാലും അകമയുള്ള മനുഷ്യൻ പുതുക്കം അല്ലെങ്കിൽ ശക്തി പ്രാപിക്കുന്നു. ഈ ശക്തി ഏതാ? വാർദ്ധക്യത്തിലും ക്ഷീണിച്ചു പോകാതെ, നരയുള്ള സമയത്തും തളർന്നു പോകാത്ത അത്യന്ത ശക്തിയാ മേൽക്കുമേൽ ബലം പ്രാപിക്കണം. ഹല്ലേലൂയ. 18-ാമത്തെ വയസ്സിൽ 10-ാമത്തെ വയസ്സിൽ ഉണ്ടായിരുന്ന ആത്മകൃപ കാലേബിനെ പോലെ പറയണം. പ്രായം 85. യു മേ സീ ദ റിങ്കിൾഡ് സ്കിൻ ഓൺ മൈ ഫേസ്. നിങ്ങൾക്ക് എൻ്റെ ത്വക്കൊക്കെ ചുളിഞ്ഞ് കണ്ടേക്കാം. കണ്ണിൻ്റെ കാഴ്ച ഇച്ചിരി കുറവായേക്കാം. തലയൊക്കെ വെള്ളി കെട്ടിയതുപോലെ നരച്ചിരിക്കാം. അല്ലെങ്കിൽ കിണറ്റിലെ വക്കുകളുടെ ചക്ര ഉടയാറായിരിക്കാം. തെരുവിലെ കഥ അടയുന്ന പോലെ കേൾവിയും കുറഞ്ഞേക്കാം. പക്ഷെ എൻ്റെ അകത്ത വില ഉണ്ടല്ലോ, അന്നത്തെ പോലെ എനിക്ക് ഇന്നും ആരോഗ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 40 വർഷം മുമ്പ് എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്, ഹെബ്രോൺ ബിലോങ്സ് ടു യു, ഇത് നിനക്കുള്ളത്. അതിൽ ചവിട്ടി നിൽക്കുന്നത് അനാക്യ മല്ലന്മാരാണെങ്കിലും ഡീഡ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്കറിയാം ആര് കയറി മെതിഞ്ഞാലും അത് എനിക്കുള്ള സ്വത്താണെന്ന്. ഇന്നും നിന്റെ തലമുറയെ നയിക്കുന്ന അശുദ്ധ ശക്തികളെ കണ്ട് നീ ഭയപ്പെടരുത്, അത് നിന്റെ ആത്യന്തിക സ്വത്താ. ഇന്ന് നീ കാണുന്നതിനെ നോക്കി ഭയപ്പെടരുത്. വാക്തത്വം കൈമുതലായുള്ളവർ ആത്മാ വിളിച്ചു പറഞ്ഞാട്ട് ഞങ്ങൾ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഈ ശക്തി ഏതാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം പൗലോസ് എഴുതി വെക്കുന്നു, ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. നിങ്ങൾക്കറിയണ്ടേ, 2000 വർഷങ്ങൾക്കപ്പുറത്ത് അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയ്ക്കകത്ത് വെളിപ്പെട്ട ശക്തിയുടെ അളവറ്റ വലിപ്പം അത് ഇന്ന് രാവിലെ ചിലരുടെ മേൽ വ്യാപരിക്കാൻ പോകുക. ദൈവസഭയ്ക്കകത്ത് പതുങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ ഒതുങ്ങിയിരിക്കുന്ന, മുഖം മൂടിയിരിക്കുന്ന, തലമൂടിയിരിക്കുന്ന ചിലരോട് ആത്മാവിൽ ദൂത് പറയുന്നു, 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഓടിപ്പോകാം ജോസഫിന്റെ കല്ലറയ്ക്കകത്ത്. നിങ്ങൾക്കറിയണ്ടേ, 3 ദിവസം പഴക്കമുള്ള വിരൂപമായ അസ്ഥിയൊടിച്ചു ബാക്കിയെല്ലാം ചതഞ്ഞരഞ്ഞ ആ ശരീരം എങ്ങനാ ഉയർത്തേന്ന് നിങ്ങൾക്കറിയണ്ടേ? ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. ഇന്ന് പകൽ നല്ല നിർജീവത്വങ്ങൾ ആത്മാവിൽ ശാസിക്കപ്പെടട്ടെ. എല്ല് നുറുങ്ങുന്ന വേദനയുമായി ആലയത്തിൽ ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു, ഈ ശക്തി നിന്റെ മൺകൂടാരത്തിലേക്ക് ഇന്ന് പകൽ വ്യാപരിക്കുമ്പോൾ ഒരു ഡോക്ടർക്കും ഹീൽ ചെയ്യാൻ കഴിയാത്ത ആത്മാക്കൾ, രോഗബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം സഭ വിട്ട് പുറത്തു പോകട്ടെ. നിന്റെ ശരീരത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം രോഗശാന്തിയുടെ ശക്തി വെളിപ്പെടുന്ന പകലായി മാറട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. വിരൂപമായ ശരീരത്തെ ജീവനുള്ള തേജസ്സുള്ള ശരീരമാക്കി മാറ്റിയ അതേ ശക്തി ദൈവസഭ മേൽക്കുമേൽ ശക്തി പ്രാപിക്കട്ടെ. നിങ്ങൾക്കറിയണ്ടേ, അന്ന് പകൽക്കാലം തല മുതൽ പെരുവിരൽ വരെ നിക്കോദിമോസും യോസഫും കൂടെ ചേർത്ത് ചുണ്ടി കെട്ടിയ ആ തുണിക്കഷണം റൂമാല് കൊണ്ട് ചുറ്റി 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 വരിഞ്ഞു മുറുക്കിയ ആ കെട്ട് എങ്ങനെ അഴിഞ്ഞുവെന്ന് ഈ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചു. അടി മുതൽ മുടി വരെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുക. ദൈവസഭ ആത്മാവിൽ ബലപ്പെടട്ടെ. ആത്മാവിൽ ആരാധിക്കുന്ന, കൈകൊട്ടുന്ന, ആത്മാവിൽ അന്യഭാഷ പറയുന്ന, ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരു ശൗല് സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പിശാച് കെട്ടിയ, ലോകം കെട്ടിയ, മരണം കെട്ടിയ, അല്ല ശത്രു കെട്ടിയ സകല കെട്ടുകളും ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തി ഇന്ന് പകൽ ആലയത്തിൽ വ്യാപരിക്കട്ടെ. ഓ റമാന ഹംദാരാധന. എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുന്നു.
യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ആരും നിങ്ങളുടെ തലയിൽ കൈവെക്കണ്ട, നിങ്ങൾ ആരെയും വിളിച്ചു പറയണ്ട. നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരം വെക്കൂ. ഇപ്പോൾ തന്നെ ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തി 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 കൊണ്ടുപോയതുപോലെ ഇന്ന് പകൽക്കാലം ചില ബലഹീന ശരീരങ്ങൾ ആത്മാവിൽ പുഷ്ടിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റീബാന വൈഷമാന, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്ക് ആത്മാവിൽ നിയോഗമുണ്ട്. വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ വലങ്കരം വെച്ചാട്ട്, വേദനയുള്ള ഭാഗത്ത് ഡോണ്ട് ലുക്ക് ഹിയർ ആൻഡ് ദേർ, ഡോണ്ട് നീഡ് ടു കോൾ എനിബഡി, യു ആർ ദ അനോയിന്റഡ് വൺ. ഹല്ലേലൂയ. നിന്റെ മേൽ ഈ അഭിഷേകമുണ്ട്. നീ അന്യഭാഷ പറയുന്ന ദൈവദാസന, നിന്റെ അതിരത്തിൽ ദൂതുണ്ട്. വേദനയുള്ള ഭാഗത്ത് നിന്റെ കരം വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ച് നിർജീവത്വങ്ങൾ ശാസിക്കപ്പെട്ടെങ്കിൽ, രോഗബന്ധനം അഴിയുന്ന പോലെ ചുറ്റിയ റൂമാലുകൾ അഴിഞ്ഞു മാറിയെങ്കിൽ, ഇന്ന് രാത്രി എൻ്റെ ശരീരത്തിലുള്ള നിർജീവ കോശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഏറ്റെടുക്കട്ടെ. എൻ്റെ മേൽ വ്യാപരിക്കുന്ന കെട്ടുകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഉഡാമാന വൈഡ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. വിശദീകരിക്കുന്നില്ല എങ്ങനെയാ കല്ലുരുണ്ട് മാറി, എങ്ങനെയാ മുദ്ര പൊട്ടി മാറി. ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. ദൈവസഭയ്ക്കൊക്കെ ആത്മാവിൻ്റെ പ്രദർശനങ്ങൾ ഈ ദിവസങ്ങൾ ഉണ്ടാകണം. പണ്ടത്തെ പോലെ, 1-ാം നൂറ്റാണ്ടിലെ പോലെ നമ്മുടെ പിതാക്കന്മാർ കണ്ടതുപോലെ രോഗശാന്തികളും ഭൂതശാന്തികളും ദൈവസഭയിൽ വെളിപ്പെടുന്ന കാലം വിദൂരമല്ല. സ്തോത്രം.